നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡീനിൻ്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ല എന്ന് പൂക്കോട് വെറ്റിനറി കോളേജ് ഡീൻ MK നാരായണൻ. ഡീൻ ഫാക്കൽറ്റി ഹെഡാണ്. ഡീനിന് കീഴിലാണ് അസിസ്റ്റന്റ് വാർഡൻ. ഇരുവരും ഹോസ്റ്റലിലല്ല താമസം. ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ്. ഹോസ്റ്റലിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് സർവകലാശാല റെസിഡന്റ് ട്യൂട്ടറെ വെച്ചിട്ടില്ല. MK നാരായണൻ എന്ന ഡീനിൻ്റെ വാക്കുകളാണിത്. ഇത്തരത്തിലുള്ള ഡീൻ ഒരു ക്രിമിനലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് ഒരു ഡീനിൻ്റെ ഉത്തരവാദിത്തമെങ്കിൽ സെക്യൂരിറ്റി സർവീസല്ല തൻ്റെ പണിയെന്ന് പച്ചയ്ക്ക് പറയുന്ന ക്രിമിനൽ സ്വഭാവമാണ് ഇപ്പോൾ ഡീൻ നമ്മോട് കാട്ടുന്നത്. SFI പാർട്ടി ഗ്രാമമാക്കി തങ്ങളുടെ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്ന് ഡീൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 50 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലിൽ ഇപ്പോൾ താമസിക്കുന്നത് 130ഓളം കുട്ടികൾ. എല്ലാവരും SFIയുടെ സംഘത്തിൽപ്പെട്ടവർ. ഡീൻ നാരായണൻ മറ്റു ചിലത് കൂടി വ്യക്തമാക്കി. സംഭവം നടന്ന 2024 ഫെബ്രുവരി 18 മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അസിസ്റ്റന്റ് വാർഡനൊപ്പം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തൂങ്ങിമരണം ഉണ്ടായതായി വിവരം ലഭിച്ചത്. മരണം അറിയിച്ചപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തി. സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന വികലമായ പ്രസ്താവനയാണ് ഇദ്ദേഹം നടത്തുന്നത്. അന്നേ ദിവസം അവിടെ വാഹനമുണ്ടായിരുന്നില്ല. അതിനാൽ ഒരു വിദ്യാർത്ഥിയുടെ വണ്ടിയിലാണ് ആംബുലൻസിനെ താൻ പിന്തുടർന്നത്. ഡീൻ MK നാരായണൻ അത് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. മറ്റാരും ഉത്തരവാദിത്തപ്പെട്ടവർ ഹോസ്റ്റലിലോ പരിസരത്തോ ഇല്ലാതിരുന്ന ദിവസം അക്രമികൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥൻ തന്നോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഡീൻ വിശദീകരിക്കുന്നത്. മരിച്ച സിദ്ധാർത്ഥൻ എങ്ങനെയാണ് തന്നെ അവർ മർദ്ദിച്ചു എന്ന് അങ്ങയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്നുകൂടി ഡീൻ കേരള സമൂഹത്തോട് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. മർദ്ദന വിവരം താൻ അറിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ്. ഡീനിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഹോസ്റ്റലിൽ 3 ദിവസം ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി കെട്ടിയിട്ട് മർദ്ദിച്ചിട്ടും അത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ആ വിവരം അറിയാനോ കഴിയാതെ പോയ ഡീനിൻ്റെ വീഴ്ച തന്നെയല്ലേ ഇത്? ഹോസ്റ്റലിൻ്റെ ഉത്തരവാദിത്വം നോക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ്. എന്നാൽ സൗകര്യക്കുറവുള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റി റെസിഡന്റ് ട്യൂട്ടറെ ഇതുവരെ നിയോഗിച്ചിട്ടില്ല. പകരമുള്ളത് ഒരു വാർഡനാണ്. വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്. ഏറ്റവും മുഖ്യ ഉത്തരവാദിത്തമുള്ളയാൾ ഡീൻ തന്നെ. ഡീനിന് ഒരുവിധ ഉത്തരവാദിത്വവുമില്ല. ഇയാളെയും ഇയാളുടെ സഹപ്രവർത്തകരെയുമല്ലേ ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത്. ഡീൻ MK നാരായണൻ അടക്കമുള്ളവർക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ എല്ലാം വ്യക്തമാണ്. ഹോസ്റ്റലിൽ ഒരു അലിഖിത നിയമമുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് എടുത്തു പറയുന്നു. ഈ അലിഖിത നിയമമനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് എങ്ങനെ എന്നും റിമാൻഡ് റിപ്പോർട്ട് വിശദമാക്കുന്നു. വീട്ടിലേക്ക് പോകാൻ എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലേക്ക് മടങ്ങുകയായിരുന്നു. രഹാൻ്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് ഡാനിഷ് എന്ന വിദ്യാർത്ഥി. എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലെത്തണം. വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഒത്തുതീർപ്പ് ചർച്ച നടത്തി പരിഹരിക്കാനാണ് എന്ന് ഡാനിഷ് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ഡാനിഷിൻ്റെ വാക്കു വിശ്വസിച്ച് തിരികെ ഹോസ്റ്റലിലെത്തിയ സിദ്ധാർത്ഥിനെ പ്രതികൾ അതിക്രൂരമായി മർദ്ദിച്ചു. തുടർച്ചയായുള്ള മർദ്ദനത്തിനൊടുവിൽ സിദ്ധാർത്ഥ് മരിക്കുന്നു. പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യ മനസാക്ഷി നടുങ്ങുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഭയാനകം. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ തുറന്നുപറച്ചിലുമായി ഒരു വിദ്യാർത്ഥിനി രംഗത്തെത്തി. പട്ടിയെ തല്ലുന്നത് പോലെയാണ് സിദ്ധാർത്ഥനെ അവർ തല്ലിയതെന്നും വരുന്നവരും പോകുന്നവരുമൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ഈ വിദ്യാർത്ഥിനി പറയുന്നു. ഭയം നിമിത്തമാണ് വിദ്യാർത്ഥികൾ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്ന് വിദ്യാർത്ഥിനി. സിദ്ധാർത്ഥിൻ്റെ ബാച്ചിലുള്ളവർക്ക് വരെ ഈ ക്രൂരകൃത്യത്തിൽ പങ്കുണ്ട്. അവനെ തല്ലിക്കൊന്നത് തന്നെയാണ്. പുറത്ത് നല്ലവരാണെന്ന് അഭിനയിച്ചവർ കഴുകന്മാരെക്കാൾ മോശം. മൃഗീയമായാണ് അവനെ മർദ്ദിച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിൻ്റെ നടുവിൽ വെച്ചാണ് പരസ്യ വിചാരണ നടത്തിയത്. ബെൽറ്റും വയറും ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നും വിദ്യാർത്ഥിനി പറയുന്നു. സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ പ്രതികൾ പിടിച്ചുവച്ചിരുന്നതായി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചു.
മർദ്ദനമേറ്റ കാര്യം യുവാവ് അവന്റെ വീട്ടുകാരോട് പറയാതിരിക്കാനാണ് മൊബൈൽ ഫോൺ പ്രതികൾ പിടിച്ചു വാങ്ങിയത്. ഫെബ്രുവരി 16-ാം തീയതിയാണ് മാതാപിതാക്കൾ അവനുമായി അവസാനം ഫോണിൽ ബന്ധപ്പെടുന്നത്. പിന്നീട് പലതവണ യുവാവിനെ ബന്ധപ്പെടാൻ മാതാപിതാക്കൾ ശ്രമിച്ചുവെങ്കിലും അവനെ ഫോണിൽ ലഭിച്ചില്ല. കാരണം മൊബൈൽ ഫോൺ ആ പ്രതികളുടെ കൈവശമായിരുന്നു. 17-ാം തീയതി സിദ്ധാർത്ഥിന്റെ മാതാവ് സഹപാഠികളിൽ ഒരാളുടെ ഫോണിൽ വിളിച്ചപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, യുവാവ് കിടക്കുകയായിരുന്നുവെന്നാണ് മറുപടി. ഈ സമയത്തൊക്കെ പ്രതികളുടെ കൈവശമായിരുന്നു സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ. ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് അഴിച്ചെടുത്തതും പ്രതികളുടെ നേതൃത്വത്തിൽ. ഇതും സംശയങ്ങൾക്കിടവരുത്തി. യുവാവ് എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കാം എന്ന് തങ്ങൾക്ക് തോന്നലുണ്ടായതുകൊണ്ട് തലേന്ന് രാത്രി മുതൽ തങ്ങളവിടെ കാവലിരിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിനോട് പറയുന്നത്. 18-ന് രാവിലെ സിദ്ധാർത്ഥിന് വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഉച്ചയ്ക്കും രാവിലെയുമൊക്കെ വീണ്ടും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് സിദ്ധാർത്ഥ് ശുചിമുറിയിലേക്ക് പോയതും പിന്നീട് തൂങ്ങി മരിച്ചതുമെന്നാണ് ഇപ്പോൾ പ്രതികൾ നൽകുന്ന വിശദീകരണം. ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ മനം തൊന്ന് ജീവനൊടുക്കിയതല്ല സിദ്ധാർത്ഥ് എന്ന് വ്യക്തം. അവനെ അതിക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയം ബലപ്പെടുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ആദ്യമുയർത്തിയ ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും സഹവിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നതുമൊക്കെ. സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ സിദ്ധാർത്ഥിന്റെ മരവിച്ച ദേഹം കിടക്കുമ്പോൾ അന്ന് സർവകലാശാലയിലും കോളേജിലുമൊക്കെ നടന്ന കാര്യങ്ങൾ നമ്മെ കൂടുതൽ അമ്പരപ്പിക്കും. പൂക്കോട് വെറ്റിനറി കോളേജ് മാനേജ്മെന്റ് കൗൺസിൽ പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു അന്ന് വൈസ് ചാൻസലർ. അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള 100-ലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി 19-ാം തീയതി മുതൽ 21 വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം അഭിമുഖം നടത്തിയിരുന്നു. 18-ന് ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് ആ ക്യാമ്പസിലുണ്ട്. 21-ന് അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട VC പിന്നീട് പൂക്കോട്ടേക്ക് വന്നതേയില്ല. ഇത്ര വലിയ വിവാദ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്തുകൊണ്ട് VC ഇക്കാര്യങ്ങളിൽ തിരിഞ്ഞു നോക്കിയില്ല? SFIയെ ഭയന്നിട്ടോ അതോ CPM നിർദ്ദേശമനുസരിച്ചോ? അതുകൊണ്ട് തന്നെയാണ് വൈസ് ചാൻസലർ കൂടുതൽ സംശയനിഴലിൽ ഇപ്പോൾ നിൽക്കുന്നതും. 3 ദിവസവും അധ്യാപകരുൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അഭിമുഖത്തിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഒരുക്കാനും VC നിയോഗിച്ചു. എല്ലാവരും ഇതിനു പിന്നാലെ പാഞ്ഞപ്പോൾ ആത്മഹത്യക്ക് കാരണമായ വിഷയമറിയാൻ ആർക്കും താല്പര്യമുണ്ടായില്ല. അഥവാ അതൊന്നും അവരുടെ വിഷയമായിരുന്നില്ല. 19-ാം തീയതി സിദ്ധാർത്ഥിന്റെ മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ റീത്ത് സമർപ്പിക്കാൻ ഓടിച്ചെന്ന വൈസ് ചാൻസലറും രജിസ്ട്രാറും തന്നെയാണ് ഇവിടെ മുഖ്യപ്രതികൾ. ഒടുവിൽ ഗവർണർ സസ്പെൻഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ വൈസ് ചാൻസലർ തന്റെ മുരടനക്കിയത്. ഫെബ്രുവരി 22-ാം തീയതി മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരുന്നു. എന്നാൽ അഭിമുഖം നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് 27-ലേക്ക് മാറ്റി. അഭിമുഖം നടത്തി അധ്യാപകരുടെ സ്ഥാനക്കയറ്റം ഉറപ്പിച്ച് മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചെടുക്കാനുള്ള തിരക്കിലായിരുന്നു ഈ വൈസ് ചാൻസലറും രജിസ്ട്രാറും. 27-ാം തീയതി നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ സംഘടനകൾ. മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാൻ 156 അധ്യാപക തസ്തികകളാണ് ഇവർ കൃത്രിമമായി സൃഷ്ടിച്ചത്. ഒടുവിൽ വെറ്റിനറി സർവകലാശാല പൂർണ്ണമായി CPM അനുകൂല സംഘടനകൾ പിടിച്ചെടുക്കുന്ന കാഴ്ച. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഒരു വശത്ത് നെഗളിപ്പ് നടത്തുമ്പോൾ മറുവശത്ത് നിരപരാധിയായ ഒരു യുവാവിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അവസ്ഥ. സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതിന് തൊട്ടു പിന്നാലെയാണ് സിദ്ധാർത്ഥിനെതിരെ ആ വ്യാജ പരാതി ഉയർന്നു വന്നത്. അത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയിൽ പ്രതികളിൽ ഒരാൾ. സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി S. അഭിഷേക് പെൺകുട്ടികളുടെ പരാതികൾ പരിഗണിക്കുന്ന ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിലും അംഗം. ഇയാൾ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി നൽകിയ ആ വ്യാജ പരാതി അന്വേഷിച്ചതും അതിന്മേൽ തീരുമാനമെടുത്തതും. അതും സിദ്ധാർത്ഥിൻ്റെ മരണശേഷം. ഉളുപ്പുണ്ടോ ലജ്ജയുണ്ടോ ഇവറ്റകൾക്ക്? ഏറ്റവും ഒടുവിലിത പൂക്കോട് വെറ്റിനറി സർവകലാശാല കള്ളപ്രചരണങ്ങൾക്കെതിരെ CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ഇനിയും യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇത്തരം കള്ളപ്രചരണങ്ങളുമായി കളത്തിലിറങ്ങിയാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുമനസാക്ഷി നിങ്ങളെ നാണിപ്പിക്കും വിധം പരിഹസിക്കുമെന്ന് തിരിച്ചറിയാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന വിവരങ്ങളാണ് കൽപ്പറ്റ വെറ്റിനറി കോളേജിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.